സ്കൂളില്ലാത്ത ദിവസം പൊന്നു എനിക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ. അവളെ എല്ലാ കാര്യവും നോക്കിയും കണ്ടുമൊക്കെ ചെയ്യും. അല്ലെങ്കിലും പെൺകുട്ടികളും ആൺകുട്ടികളും ചെറുപ്പത്തിൽ തന്നെ സ്വയം പര്യാപ്തത നേടിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പഠനത്തിനൊക്കെയായിട്ട് ഇവർ ഹോസ്റ്റലിലൊക്കെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കണം. ഞാൻ 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാലേ എൻ്റെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ. കാരണം ഞാൻ ഇവരെ ഇവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യവും ശീലിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കഞ്ഞി വയ്ക്കാനോ ഇത്തിരി ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ സ്വന്തം ഡ്രസ്സ് വാഷ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും വീട്ടിലെ ഒന്ന് അടിച്ചു വാരാനോ തുടയ്ക്കാനോ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മോള് രാവിലെ എണീറ്റാൽ കാപ്പി ഇട്ടില്ലെങ്കിൽ കാപ്പി ഇടാനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് കടുപ്പവും മധുരവും ഒക്കെ ഇട്ടിട്ട് എടുക്കാൻ അവൾ ശീലിച്ചിട്ടുണ്ട്. രാവിലെ അവൾ എനിക്ക് കാപ്പി ഇട്ട് തരുവാണേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്. അവൾക്കാണെങ്കിൽ സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞ് മതിയാകുന്നില്ല. അല്ലെങ്കിലും അമ്മമാരും പെൺമക്കളും തമ്മിലൊരു വല്ലാത്തൊരു അടുപ്പമാണല്ലോ. ഒരപ്പനോടോ സഹോദരനോടോ കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ പറയാത്ത പല കാര്യങ്ങളും പെൺമക്കൾ ഷെയർ ചെയ്യുന്നത് അമ്മമാരോടാണ്. പലപ്പോഴും എനിക്കതിന് സാധിച്ചിട്ടില്ല കേട്ടോ. അവൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഓടി വരുമ്പോൾ എൻ്റെ തിരക്ക് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് വളരെ സങ്കടം തോന്നി. ആ കൊച്ച് ഓടി വന്നതാണല്ലോ എന്നോട് കാര്യം പറയാൻ, എനിക്കത് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കൊരു സങ്കടം തോന്നും കേട്ടോ. അവർ നമ്മളോടല്ലാണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നത് ആരോടാ അല്ലേ? നല്ല മൂഡാണെങ്കിൽ അവൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. എന്നോടൊക്കെ ഒരു ദേഷ്യം പിടിച്ചൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഹെൽപ്പൊന്നും ചെയ്തു തരത്തില്ല. ഞാൻ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അനിയൻ്റെയും അനിയത്തിയുടെയൊക്കെ കാര്യം നല്ലപോലെ മാനേജ് ചെയ്യാൻ ഇവളെ കൊണ്ട് സാധിക്കും കേട്ടോ. അവൾ എന്നോട് പറയുന്നുണ്ട്, മമ്മിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്തോ, പിന്നെ ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്തോളാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുഞ്ഞാറ്റേനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയേ. അവൾ അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വാശി പിടിക്കുന്നേ. അപ്പോൾ ഞാൻ അംഗൻവാടിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ ഇനി എനിക്ക് ഇവളുടെ പുറകെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോന്നായിട്ട് ഇവൾ ഓരോ കാര്യങ്ങളും ചെയ്തോളും. കുഞ്ഞാറ്റയാണേലും എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇഷ്ടം. പിന്നെ ഡ്രസ്സ് ഇടാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാനാണ് അവൾക്ക് ഇഷ്ടം. അവൾക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്ത് മതിയാവുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ. സ്കൂളില്ലാത്ത ദിവസം പൊന്നു എനിക്ക് നല്ല ഹെൽപ്പാണ്.